അത് മുസ്ലിം ദമ്പതികൾ വന്നു അവിടെ. ഒരു ഇങ്ങനെ സന്താനമില്ല. അപ്പൊ ആരോ പറഞ്ഞു ഇങ്ങനെ മറ്റേലും ഒന്ന് പൊങ്കാല ഇടാം. പൊങ്കാല ഒരുപാട് കൊടുത്തു. അതിനകത്ത് കുഴിച്ച നെയ്യും അവർക്ക് കൊടുത്തു. അത് കഴിച്ച് പിന്നെ അടുത്ത വർഷം ഒരു കുട്ടികളാട്ടോ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബ്രഹ്മശ്രീ നീലകണ്ഠൻ നമ്പൂതിരിയാണ്. അപ്പൊ അദ്ദേഹം ശബരിമല മുൻ മേൽശാന്തിയും അതേപോലെ തന്നെ നമ്മുടെ ആറ്റുകാൽ അമ്മയുടെ മേൽശാന്തിയുമായിട്ടുള്ള ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. അപ്പം ആറ്റുകാല് ദേവിയുടെ അടുത്ത് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ദേവിയുടെ അങ്ങനെ വിചാരിക്കേണ്ട ഒരു എത്തിപ്പെട്ടാണ്. എങ്ങനെയാണ്? ആറ്റുകാലിലേക്ക് അപേക്ഷ അണിച്ചപ്പം അയച്ചു അവിടെ ഇന്റർവ്യൂവിന് വിളിച്ചു. ഇന്റർവ്യൂവിന് അവിടെ ചെന്നു. കഴിഞ്ഞ ഞാൻ അകത്തും തൊഴുതു ഭഗവതി തൊഴുത് ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടല്ലേ എന്ന് പറിച്ചിട്ട് വന്നു. അതിന് ഇവിടെ വന്നു. ഇവിടെ നറുക്കട്ടപ്പോ ആദ്യം നറുക്കട്ട എന്റെ പേരാ. അത് ദേവിയുടെ ദേവിയോട് അത് തന്നെ പ്രാർത്ഥിച്ചോണ്ടായിരിക്കും ചിലപ്പോ. എന്തായാലും ദേവിയുടെ തീരുമാനം അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്താ? ചെന്ന് കഴിഞ്ഞ് അവിടുന്ന് കുറച്ച് ദിവസം കഴിയുമ്പത്തേ ആ മുട്ടൊക്കെ മാറി. പിന്നെ അവിടെ ഒരു അമ്മ എന്നുള്ള ഒരു സങ്കല്പം. അവിടെ രാവിലെ നട തുറന്നു കഴിഞ്ഞാല് എല്ലാരും അമ്മ എന്നുള്ള വിളിയാ. ഇപ്പൊ എന്നെ തൊഴാൻ മുന്നൊരു മുഴുവൻ അതിന് അപ്പുറത്ത് ശരണം വിളിക്കണ പോലെ ഇവിടെ വന്നൊരു മുഴുവൻ അമ്മ എന്നുള്ളൊരു വിളി വരും. അത് കേട്ട് ഭഗവതി തന്നെ ഒരു അമ്മയുടെ സ്ഥാനമായി. പിന്നെ അവിടെ ആ ഒരു വർഷം കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും ഒരു നീട്ടിത്തീർന്നു. അങ്ങനെ ഒരു 7 വർഷത്തോളം അവിടെ ഒരു വർഷമാണ് അവരുടെ കാലാവധി. ശബരിമലയും ഇതും ഒരു സ്ത്രീകളുടെ ശബരിമല എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പം ശരിക്കും ആ രണ്ട് അത്രയും ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് തിരുമേനിക്ക് ഒരു ഭാഗ്യം സിദ്ധിച്ചത്. അതെ. അപ്പൊ ദേവിയായിട്ടുള്ള ഒരു ഇതെങ്ങനെയാണ് പൂജിക്കുമ്പോഴുള്ള ഒരു? ദേവിയും ചെന്നടക്കി എനിക്ക് ഒരു കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് അടുത്ത് പോയി. ഭയപ്പാടല്ല, എന്തോ ഒരു രൗദ്രമൂർത്തിയാണോ എന്നൊക്കെ ഉള്ളത്. പിന്നെ അങ്ങോട്ട് കൂടുതൽ അങ്ങ് അടുത്ത് പോയി. പിന്നെ ഭഗവതി അയ്യപ്പന്റെ കാര്യം പറഞ്ഞത് വിളിച്ചാൽ ഇപ്പുറത്താ. അവിടുത്തെ ഇത് കഴിഞ്ഞ മാസം ഇവിടെ ഇടയ്ക്ക് ലീവിന് ഇവിടെ വരും. ഇല്ലത്ത് വരുമ്പോഴത്തേക്കും ചില സമയത്ത് അവിടുത്തെ കുങ്കുമത്തിന്റെ സ്മെല്ലിങ്ങനെ അടിക്കും. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ. അതെ ഭഗവതിയുടെ അനുഗ്രഹം. സ്മെല്ലിങ് അടിക്കും, മുഖത്തെ ഇങ്ങനെ അടിക്കും. അതിന് ഞാൻ സന്ധ്യക്ക് നാമം ചോദിച്ചു ശരണം വിളിയും ഭഗവതിയും വിളിച്ചു കഴിഞ്ഞാൽ സ്മെല്ലിങ്ങിന് വീട്ടിലുണ്ടെന്നുള്ള അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. പൊങ്കാല എന്ന് വെച്ചാൽ തിരക്കുള്ള സമയത്താണ്. കാർത്തിക നാളിൽ തുടങ്ങിയിട്ട് പൂരം നാളിലാണ് പൊങ്കാല. ഉത്സവം എന്ന് പറഞ്ഞാൽ ഈ പടഹാദി ഉത്സവം എന്ന് പറയും. കുടിമരത്തിന്റെ ഉത്സവമല്ല, അല്ലാതെ ആർഭാടമുള്ള താലപ്പൊലി അങ്ങനെയുള്ള തീയാട്ട് പോലെയുള്ള വിളക്ക് വയ്പ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള ആർഭാടമായിട്ടുള്ള ഉത്സവവും അലങ്കാരങ്ങളും ഒക്കെ ആണല്ലോ. അതൊരു ഈ പൊങ്കാല ഇതാക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ നേർച്ച നേരുന്ന കേട്ടിട്ടുണ്ട്. അതിങ്ങനെ കാര്യസാധ്യത്തിന് ഒത്തിരി അനുഭവമുണ്ട്. നമ്മുടെ അവിടെ മുമ്പ് ഒരു 3-4 പേരൊക്കെ അവിടെ മേശാന്റെ അടിക്കുമ്പോ 3-5 പേരൊക്കെ വരുമായിരുന്നു പൊങ്കാല ഇടാൻ. അവര് വന്നിട്ട് കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും. പിന്നെ അവര് കുറെ ആൾക്കാരെ കൊണ്ടുവരും. ഇപ്പൊ കൂടി 100-150 പേരൊക്കെ ആയി. അതെ, നമ്മുടെ ഇല്ലത്ത് തന്നെ അവർക്ക് അനുഭവമാണ്. അപ്പൊ അവിടെ ഭക്തര് പറഞ്ഞ അനുഭവങ്ങൾ, ഭക്തരുടെ വിഷമങ്ങൾ, അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ? ഒത്തിരി പേർക്ക് ഒത്തിരി ചിലർക്ക് സന്താന ഭാഗ്യം. അത് മുസ്ലിം ദമ്പതികൾ വന്നു അവിടെ. ഒരു ഇങ്ങനെ സന്താനമില്ല. അപ്പൊ ആരോ പറഞ്ഞു ഇങ്ങനെ മറ്റേലും ഒന്ന് പൊങ്കാല ഇടാം. പൊങ്കാല ഒരുപാട് കൊടുത്തു. അതിനകത്ത് കുഴിച്ച നെയ്യും അവർക്ക് കൊടുത്തു. അത് കഴിച്ച് പിന്നെ അടുത്ത വർഷം ഒരു കുട്ടികളാട്ടോ. അവര് ഞാൻ അറിഞ്ഞില്ല. അവര് തിരുമേനി ഞങ്ങളെ അറിയുന്നില്ല. ഞാനില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നതാണ്. ആ നെയ്യ് കഴിച്ച് അടുത്ത മാസം അവരും പിന്നെ പലർക്കും അസുഖങ്ങളൊക്കെ വന്നിട്ട് വരാറുണ്ട്. അവിടെ വന്ന് ജപിച്ച് ഭസ്മം ജപിച്ചിട്ട് കൊടുത്ത് പോവുക, ചരടി വെച്ച് പോകുക. അങ്ങനെ കുടുംബത്തിൽ അതിന്റെ മാറ്റം വന്നിട്ടുണ്ടാകുന്നതാണ്. പൊങ്കാല സമയത്ത് ദേവിയുടെ ഒരു ഇതെങ്ങനെയായിരിക്കും, ഭാവം എങ്ങനെയായിരിക്കും? അതും ഭയങ്കര ഒരു പ്രത്യേക ഒരു തേജസ്. അവിടുത്തെ ആ പ്രദേശം മുഴുവൻ, പൊങ്കാല നടക്കുന്ന ആ പ്രദേശം മുഴുവൻ ഒരു പ്രത്യേക ഒരു തേജസ് തന്നെയാണ്. ദേവിയുടെ ഒരു ചൈതന്യം അങ്ങോട്ട്. കാര്യം പണ്ടൊക്കെ നമുക്ക് തോന്നുന്നു ഈ പൊങ്കാല എന്ന് പറഞ്ഞാൽ ആൾക്കാർ വെറുതെ ഇട്ടുപോകാൻ തോന്നുന്നു. പക്ഷെ അതിൽ അതിന്റെ ശക്തി ഭയങ്കരമാണ്. അതും ഓരോ വർഷവും ഇരട്ടിയാണ്, കൂടി വരുവാണ്. ആൾക്കാർ തിരുവനന്തപുരം മുഴുവൻ ഭാഗത്ത് നമ്മളിപ്പോ മീഡിയയിലൊക്കെ കാണുന്നത് 10-15 കിലോമീറ്റർ ചുറ്റളവില് ഇതും. അപ്പൊ ആ സമയത്ത് ഇപ്പറഞ്ഞ ദേവിയുടെ ഒരു ഇതാ പ്രത്യേക അനുഗ്രഹം. മറ്റു പ്രത്യേകിച്ച് ഓരോരുത്തരും പേരിൽ
ഈ കലശാഭിഷേകം ചെയ്യാം, കുങ്കുമാഭിഷേകം ചെയ്യാം, പിന്നെ ചന്ദന ചാർത്തണ്ട്, പിന്നെ നിവേദ്യം, പായസം, പൊങ്കാല, പിന്നെ മണ്ടപ്പുറ്റം എന്നൊരു വഴിപാടുണ്ട്. ഇത് ശിരോരോഗത്തിനൊക്കെ, എല്ലാ തലവേദനയോ അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ ശാന്തിയാന്ന് പറഞ്ഞു. അതേത് വഴിപാടാ? മണ്ടപ്പുറ്റ എന്ന് പറയാം. മണ്ടോപ്പുറ്റ്. അത് ചെയ്താൽ നമ്മുടെ അങ്ങനെ മാറുന്ന പറഞ്ഞ വിശ്വാസമുള്ളത്. ഈ പൊങ്കാല ഇടാൻ ഒരു വ്രതം എടുക്കണ്ടേ? അതെങ്ങനെയാണ്? അത് 7 ദിവസത്തെ വ്രതം. സ്ത്രീകളാകുമ്പോ 7 ദിവസത്തെ വ്രതം. മത്സ്യമാംസം ഒന്നും കൂട്ടാണ്ട് എന്നിട്ട് അത് നമ്മള് മുമ്പേ ബുക്ക് ചെയ്തിട്ടാണോ അതോ? അല്ല, അത് ഓരോ പൊങ്കാല ദിവസം ഓരോ ദിവസം ഓരോ വീട്ടിലും പറമ്പിലും അവിടെ ഗ്രൗണ്ടിലും എല്ലായിടത്തും ഉണ്ടാവും. അത് ഇഷ്ടമുള്ള സൗകര്യത. അപ്പൊ നമുക്ക് അങ്ങ് ചെന്നാൽ മതി. നമ്മൾ തന്നെ അടുപ്പൊക്കെ മേടിക്കണം, വിറകൊക്കെ മേടിച്ച് അവിടെ തന്നെ കൂട്ടിയ നിവേദ്യം നടത്താൻ ആൾ വരും. അപ്പൊ ഈ പൊങ്കാല പറയുന്നതാണോ ദേവിയുടെ പ്രധാന നിവേദ്യം? പൊങ്കാല നിവേദ്യം അതാണ് ദേവി എന്നും ദേവിക്കതുണ്ടോ? എന്നും ഉണ്ട്. എന്നും ക്ഷേത്രത്തിൽ ഉണ്ട്. ആറ്റുകാൽ പൊങ്കാല, കുംഭമാസത്തി പൂരം. അപ്പം ദേവിയുടെ പ്രധാനമായിട്ട് ആറ്റുകാല പൊങ്കാല തന്നെയാണ് നിവേദ്യം. അത് നമുക്ക് ഭക്തജനങ്ങളിലേക്ക് വരുന്നതാണ് ഈ ഒരു ദിവസം പ്രധാനപ്പെട്ട. അത് പൊങ്കാല പോലെ തന്നെ ആറ്റുകാലമ്മയുടെ ഒരു പ്രധാന വഴിപാടാണ് കുത്തിയോട്ടം എന്ന് കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാം. കുത്തിയോട്ടം ഈ ഉത്സവം തുടങ്ങി 3-ാം ദിവസമാണ്. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് വഴിപാടായിട്ട് ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. ആൺകുട്ടികൾ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വഴിപാട് നടത്തുന്നത്. കുട്ടികൾക്കുള്ള ജനിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരമായിട്ട് അച്ഛനമ്മമാര് നിശ്ചയിക്കണമാണ് ഈ വഴിപാട്. അത് നേരും അവിടെ നടത്താന്നുള്ള നേരും. അത് നേർന്നു കഴിഞ്ഞാൽ 12 വയസ്സിന് മുമ്പ് നടത്തണമെന്നാണ്. അപ്പൊ ആ കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് 3-ാം ദിവസം അമ്പലത്തിൽ കൊണ്ടുവന്ന് വിടും. 1 ദിവസം കുത്തിവട്ട ചടങ്ങ് നടപ്പണം വെച്ച് അമ്പലത്തിലേക്ക് ആവുകയാണ്. പിന്നെ പൊങ്കാലയുടെ അന്ന് ആ കുട്ടികളെ പിന്നെ അമ്പലത്തിൽ നിന്ന് പോവുള്ളൂ. അതുകൊണ്ട് ഒരു 7 ദിവസത്തോളം അമ്പലത്തിന്റെ താമസം, ആഹാരവും ഊണും ഭജന ഇരിക്കുന്ന പോലെ നമസ്കാരവും ഒക്കെ ഉണ്ട്. കുട്ടികളെ രാവിലെ 4 മണിക്ക് എണീപ്പിച്ച് കുളത്തെ കുളിപ്പിച്ച് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുക, നമസ്കരിക്കുക, നാമം ജപിക്കുക. അപ്പൊ അതിന്റെ സൗകര്യമൊക്കെ അവിടെ അവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളും ഡോക്ടർമാരും ഒക്കെ ഉണ്ട്, ചികിത്സിക്കാനുള്ള ഡോക്ടർമാരും. അത് ഈ കുത്തിയോട്ടം എന്ന് പറഞ്ഞ വഴിപാടാണ്. അങ്ങനെ ഒരു ഓട്ടം അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല, ഇത് ഈ വഴിപാടാണ്. പേരിങ്ങനെ കുത്തിയോട്ടം. പിന്നെ ചൂരൽ കുത്ത് വഴിപാടുണ്ട്. അത് പൊങ്കാലയ്ക്ക് പോകുമ്പോൾ കുട്ടികളെ 2 കമ്പി കൊണ്ട് ഇങ്ങനെ കുത്തി, ദേവിയുടെ ഭടന്മാരെന്നുള്ളൊരു സങ്കല്പമാണ് പറയാം. 2 സൈഡിലും ചൂരൽ കൊണ്ട് കുത്തുന്ന പറയാം. എവിടെ? 2 കുട്ടികളുടെ പള്ളയ്ക്ക്. അതിപ്പോഴും ഉണ്ടെന്ന് പറയാം. ചില കുട്ടികൾ കരയും, ചെറുതായിട്ടൊന്നും പോറി ആയിട്ടൊന്നും. ചില കുട്ടികൾ കരയും, ചില കുട്ടികൾ. അതെന്തിനുള്ളായിരുന്നു? ദേവിയുടെ പടയാളികൾ എന്നുള്ളൊരു പൊങ്കാല സമയത്ത് വൈകുന്നേരം, പൊങ്കാല കഴിഞ്ഞ് വൈകുന്നേരം രാത്രിയിലാണ് പോകുന്നത്. അത് കുട്ടികളും ആയിട്ട് എഴുന്നള്ളത്ത് ഭഗവതി എഴുന്നള്ളിച്ച് പോകും. അതൊരു 1.5 കിലോമീറ്റർ അപ്പുറം മണക്കാട് ഒരു ശാസ്താവിന്റെ അമ്പലമുണ്ട്. അത് അവിടെ പോയി ഇറക്കിയെന്ന് വെച്ചാൽ അവിടെ പൂജയുണ്ട്. അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വരും. അപ്പൊ അതും വലിയൊരു ചടങ്ങാണ്. അതും ഈ പറഞ്ഞ നേരുന്നതായിരിക്കില്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ ആ ചെയ്യുന്ന 2 കുട്ടികളായിരിക്കും അതിന്റെ പ്രധാനമായിട്ട്. അവർക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് രക്ഷിതാക്കൾ നേരും. അപ്പൊ അത് ചിലര് സന്താന ഭാഗ്യത്തിനും നേരും. ആൺകുട്ടികളെ കിട്ടാൻ. പെൺകുട്ടികൾക്ക് താലപ്പൊലി, ചെറിയ താലപ്പൊലി വൈകുന്നേരം. അത് വൈകുന്നേരമാണ്, പൊങ്കാല ദിവസം വൈകുന്നേരം താലപ്പൊലി. അത് പെൺകുട്ടികൾക്കുള്ള ആൺകുട്ടികൾക്ക് കുത്തിയോട്ടം, ചൂരൽ കുത്തും. അത് ഒന്ന് തന്നെ, കുത്തിയോട്ടത്തിന്റെ ചടങ്ങിൽപ്പെട്ടാണ് ചൂരൽക്കുത്ത് തന്നെ. അപ്പൊ അത് രണ്ടും ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ പെൺകുട്ടികൾ ആണ് വഴിപാടാണെങ്കിൽ താലപ്പൊലി, പൊങ്കാല. അതൊക്കെ ഈ സന്താന ഭാഗ്യത്തിനും പിന്നെ അസുഖങ്ങളെ എല്ലാത്തിനും മാറ്റത്തിനും. അപ്പം നമ്മോടൊപ്പം ഇത്രയും നേരം സമയം ചെലവഴിച്ചത് ഇത്രയും വിശിഷ്ടമായിട്ടുള്ള ഒരാളാണ്. ശബരിമല മേൽശാന്തി ആവാനും അതുപോലെ ആറ്റുകാൽ അമ്മയുടെ അടുത്തൊക്കെ പൂജ ചെയ്യാനൊക്കെ ഭാഗ്യം സിദ്ധിച്ച ബ്രഹ്മശ്രീ നീലകണ്ഠൻ നമ്പൂതിരിയാണ്. അപ്പം തിരുമേനിക്ക് എന്താണ് ഭക്തജനങ്ങളോട് പറയാനുള്ളത്? ഈ കലിയുഗത്തില് നാമം ജപവും അതുപോലെ തന്നെ കലിയുഗത്തില് പ്രത്യക്ഷ ദൈവങ്ങളായ അയ്യപ്പനും ഭഗവതിയാണ്. ഇവരെ 2 പേരെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ദുരിതങ്ങളും എല്ലാം മാറും. എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവും. ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും സൗഖ്യവും സുഖവും ഉണ്ടാവും. ഭഗവതിയും അയ്യപ്പനും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമി ശരണം.